വലിയ പൊട്ട് തൊടുന്ന ഏത് കളറിൽ ലിപ്സ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വെയർ എന്ന് പറയുന്ന പക്ക സമൂഹത്തിന്റെ സ്റ്റീരിയോ ടൈപ്പെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ കാലം അത്രയും ജീവിച്ചു വരുന്ന തൻ്റെതായിട്ടുള്ള വോയിസ് ആർക്കു മുന്നിലും താഴ്ത്താതെ ഇപ്പോഴും ഉറക്കെ സംസാരിക്കുന്ന നിലപാടുകളുള്ള വ്യക്തിത്വമുള്ള എല്ലാ പെൺകുട്ടികളും ഫെമിനിസ്റ്റുകാരാണ്. അതുപോലെ തന്നെ ഫെമിനിസം തുലയട്ടെ, ഈക്വാലിറ്റി വരട്ടെ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ എന്തൊക്കെ പറയുന്ന വീഡിയോ ആണാക്കിയ പാടായിരുന്നു. കുറച്ച് പേരൊക്കെ ഇപ്പം തന്നെ അങ്ങ് പോയിട്ടുണ്ടാവും. ഐ മീൻ എൻ്റെ വീഡിയോ അവർക്ക് കണ്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന്. സോ അവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലും ഉണ്ടാവില്ല. ബട്ട് ഹൂഎവർ ഇറ്റ് ഈസ്, ഞാൻ ഇതിപ്പം ഒരു 10 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഐ സൈഡ് ഏർലിയർ ഇൻ മൈ പ്രീവിയസ് വീഡിയോ, ഞാനത് എൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കും. കാര്യം നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു പ്രചോദനം തരുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. ഇതെങ്ങനെ പോലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. സോറി, നാക്ക് ഒഴുകിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പോയാലൊരു സോഷ്യൽ മീഡിയ ആയിട്ടുള്ളൊരു ആപ്പാണ്. സോ കുറേ ആൾക്കാരിലേക്ക് നമ്മൾ പറയുന്ന ടോപ്പിക്സ് എത്തും. ബട്ട് എൻ്റെ ലക്ക് ശരിയില്ലെങ്കിൽ ചിലപ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാരെ കാണുകയുള്ളൂ. ബട്ട് ഹൗഎവർ ഇറ്റ് ഈസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഫെമിനിസം. ഓക്കെ, ഒരുപാട് ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഞാൻ യൂട്യൂബിലൊന്നും ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അടിപൊളിയായിട്ട് ഫെമിനിസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെമിനിസം എന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃത സമൂഹം, അതായത് പാട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോഴും പല ആൾക്കാരും ചെയ്തിരിക്കുന്നുണ്ട് ഈ ഫെമിനിസമൊക്കെ എന്തിനു പറയാൻ കേട്ടും മടുത്തു. എന്തിനും അത് പിന്നെയും ഓരോ ആൾക്കാർ കണ്ടന്റ് ദാരിദ്ര്യം ഉള്ളതുകൊണ്ടായിരിക്കും പറയുന്നത്. ചില ആൾക്കാർ അതുകൊണ്ടായിരിക്കും. എനിക്കിപ്പോൾ കണ്ടന്റ് ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പോയിന്റ് ഒന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാര്യം ഞാനത് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അതിനേക്കാളിലുപരി എനിക്ക് ഇത് സംസാരിക്കണം, ഈ ഒരു വിഷയം നമ്മുടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജേട്ടൻ പറഞ്ഞിട്ടുണ്ടായി, ഫെമിനിസത്തിനെ പറ്റിയൊക്കെ ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യകതയുണ്ടോ. എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ സംസാരിച്ച് ഡിസ്കസ് ചെയ്യാൻ എല്ലാവർക്കും ക്ലിയർ ആയി വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനത് സ്റ്റോറി വെച്ചിരുന്നു. ബട്ട് പിന്നീട് എനിക്കത് മനസ്സിലായി, ഇപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. ഇപ്പോഴും ഇതിനെപ്പറ്റി സീറോ അവയർനെസ് ഉള്ള പല ആൾക്കാരുണ്ട്. ഫെമിനിസം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 പേരെടുത്ത് ഫെമിനിസത്തിന്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് ഫെമിനിസം എന്ന് ചോദിക്കുന്നത് 10 ഡിഫറെന്റ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും അവർ തരിക. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോർ തീം, അതിനൊരു മെയിൻ ആയിട്ടുള്ള ഒരു ആശയമുണ്ട്. അപ്പൊ അത് നിങ്ങൾ എല്ലാവർക്കും ഫോണൊക്കെ ഉള്ളല്ലേ, ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫെമിനിസത്തിന്റെ ഡെഫിനിഷൻ കാണും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ല. ഓൾ ജെൻഡേഴ്സ് ഹാവിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഈക്വൽ റൈറ്റ്സ്. അതാണ് അത് മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. എല്ലാ സ്ത്രീകൾക്കും തുല്യ അവസരവും തുല്യ നീതിയും. സ്ത്രീകൾ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ എല്ലാ സ്ത്രീകൾക്കും എന്നുള്ള രീതിയിലാണ്. അത് ഡെഫിനിഷനിൽ പറയുന്ന ഓൾ ജെൻഡേഴ്സ് എന്ന എല്ലാ ജെൻഡറിൽപ്പെട്ട ആൾക്കാർക്കും. അപ്പൊ അതാണ് അതിന്റെ ഡെഫിനിഷൻ. അതിൽ സ്ത്രീകൾക്ക് എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളതൊന്നും കാണാത്തതുകൊണ്ട് അങ്ങനെ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പോഴും ഉണ്ടാവും പെൺകുട്ടികൾക്ക് എന്താ പറയുക, ഒരു ലെസ് പ്രയോറിറ്റി കൊടുക്കുന്ന ഫാമിലീസ് ഒരുപാടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഫാമിലീസും അതുപോലുള്ള കുട്ടികളെയൊക്കെ. അപ്പം എൻ്റെ ഒരു പാരന്റിങ് കൂടെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലി വൈസ് പറയുകയാണെങ്കിൽ എൻ്റെ അനിയൻ കുറച്ചുകൂടി പ്രിവിലേജ്ഡ് ആണ്. ആസ് എ ബോയ് അല്ലെങ്കിൽ ആസ് എ മെയിൽ എന്നുള്ള രീതിയിൽ കുറച്ച് എന്താ പറയുക, അവൻ പ്രിവിലേജ്ഡ് ആണ്. അപ്പം നമുക്ക് ഒരു പുരുഷന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജ്, ആ പ്രിവിലേജിന് പുറത്തിരുന്ന് സംസാരിക്കുന്നത് വേറൊരു രീതിയാണ്. പെൺകുട്ടികൾക്ക് എങ്ങനെ പോയാലും ആ ഒരു പ്രിവിലേജ് കിട്ടില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊരു 80% ആക്കി എടുക്കും. അപ്പം ഈ ഒരു പ്രിവിലേജ് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നമ്മളെപ്പോഴും പെൺകുട്ടികളുടെ വോയിസ് ആണ് ആംപ്ലിഫൈ ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ കടന്നു പോയ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാട്, വേദനകൾ ഇതൊന്നും ഒരു ആൺകുട്ടിക്ക് വന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ബയോളജിക്കലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എങ്ങനെ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഒരു ആൺകുട്ടി വന്നിട്ട് പെൺകുട്ടിക്ക് അങ്ങനെ ഉണ്ടായി മറ്റേതാണ് എന്നിട്ട് കമ്പയർ ചെയ്യാണ്. അത് നിങ്ങൾ നോക്കൂ, അതിൻ്റെ പിന്നിലുള്ള ഒരു ഐറണി. നിങ്ങൾക്കത് ഒരിക്കലും അത് ഡിഫൈൻ ചെയ്യാനോ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റില്ല. അത് തന്നെ വലിയൊരു ഐറണിക്കാണ്. സോ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേറെ
സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫെമിനിസം എന്ന് പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്ക് തെറിവാക്കായിട്ടും കളിയാക്കലായിട്ടും എന്തോ എന്താ പറയുക, അത് എന്തോ ഒരു മാരക രോഗമായിട്ടും അതുള്ള പെൺകുട്ടികളെല്ലാം അഹങ്കാരികളാണ്, തൻ്റെടികളാണ്, നിഷേധികളാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പല ആൾക്കാരും ചിത്രീകരിക്കുന്നത് സോഷ്യൽ മീഡിയാസിലൊക്കെ. സോ ഇത്തരത്തിലുള്ളൊരു ഫെമിനിസം ഇന്നലെ രാത്രി പൊട്ടി മുളച്ചിട്ടുള്ള ആശയമൊന്നുമല്ല. അല്ലെങ്കിൽ മെന്നിസം വരട്ടെ, മെൻസിനെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് നമ്മൾ സ്ത്രീ ആധിപത്യക്കാരാകുന്നു, സ്ത്രീകൾ കൂടുതൽ പ്രയോറിറ്റിയിലേക്ക് വരുന്നു, ഡൊമിനൻസ് ആയി വരുന്നു, അങ്ങനെയുള്ള സംഭവം ഒന്നുമല്ല. സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നത് എന്തോ അത് ഇൻ ടേംസ് ഓഫ് അവസരം, ഇൻ ടേംസ് ഓഫ് നീതി, അത് അവർക്ക് കിട്ടണം. അത്ര മാത്രമേ അതിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. സിനിമാ മേഖലയിലാണെങ്കിൽ ആ സിനിമാ മേഖലയിൽ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കും. അപ്പം നമ്മൾ എന്താ പറയാ, നമ്മൾ സിനിമയിലൊന്നുള്ള ആൾക്കാരൊന്നുമല്ല, നമ്മൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ, നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളെടുത്തൊക്കെ ഒരു ഫാമിലിയിൽ ഒരു ആൺകുട്ടി പഠിക്കുന്നു, ഒരു പെൺകുട്ടി പഠിക്കാൻ പറ്റില്ല, 10 വയസ്സല്ലേ +2 കഴിഞ്ഞ് ആ കുട്ടീനെ കല്യാണം കഴിച്ചു വിടുകയാണ്. ഞാൻ ഇന്ന മതം എന്നൊന്നും പറയുന്നില്ല കേട്ടോ, ഏത് മതമാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ആ കുട്ടിയുടെ, നിങ്ങൾ ആലോചിച്ച് നോക്കും, +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ആ കുട്ടി കല്യാണം എന്ന് പറയുന്ന ഒരു ലൈഫിലേക്ക്, മാരേജ് എന്ന് പറയുന്ന ഒരു ലൈഫിലേക്ക് കടക്കുന്നു. ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. അപ്പം ആ കുട്ടിക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കുന്നില്ല. ഒരു സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്ന് ആ കുട്ടിക്ക് അറിയില്ല. ഒരു പെൺകുട്ടി എന്ന് വേണ്ട ആരായാലും ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാതെ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. അത് സിംഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള കപ്പിൾ ആയിക്കോട്ടെ, ആരായാലും ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ വളരെ നിർബന്ധമാണ്. അത് നോ മാറ്റർ ആ കുട്ടി ഏത് കുടുംബത്തിൽ ജനിച്ചതാണ്, അല്ലെങ്കിൽ എത്ര പൈസ ഉള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ എത്ര പാവമാണ്, എത്ര ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്, അതൊന്നും ഇവിടെ മാറ്റർ ആയിട്ടുള്ള കാര്യമല്ല. ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. പിന്നെ കല്യാണം കഴിഞ്ഞ് ജോലി ചെയ്യേണ്ടോ എന്നുള്ളത് ഓരോ സ്ത്രീകളുടെയും ചോയ്സ് ആണ്. അതല്ലാന്ന് പറയുന്നില്ല. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് അവസ്ഥയിലുള്ള ആളാണെങ്കിലും, എത്ര ഫിനാൻഷ്യൽ സ്റ്റേറ്റിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ആളാണെങ്കിലും, ഒരു വരുമാന സ്രോതസ് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കാര്യം. നമുക്ക് അറിയില്ല, നാളെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ അൺസർട്ടനിറ്റി ഉള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. സോ അങ്ങനെയുള്ളൊരു ടൈമിൽ നമുക്കൊരു ജോലി ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും എല്ലാ വീഡിയോസിലും നിരന്തരമായിട്ട് പറയുന്നത് സ്ത്രീകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം, സ്ത്രീകൾ സ്വാതന്ത്ര്യരാകണം ഫിനാൻഷ്യലി. എന്നാൽ മാത്രമേ അവർക്ക് 2 കാലിൽ നിൽക്കാൻ പറ്റുള്ളൂ, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ, അവർക്ക് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര ചെറിയ ജോലി ആയിക്കോട്ടെ, എത്ര ചെറിയ പൈസ ആയിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്നത്, അതിനിവിടെ പ്രസക്തി ഇല്ല എന്നല്ല. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ജോലി ചെയ്ത് നിങ്ങൾക്ക് ഉള്ളിൽ വേറൊരു പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷനൊക്കെ കണ്ടെത്തി നിങ്ങൾക്ക് ലൈഫിൽ ജീവിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനു മുന്നേ നിങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം ലഭിക്കാനുള്ളതാണ്. ഒരു ജോലി ചെയ്യാൻ നമുക്കൊരു മിനിമം നോളജ് വേണം, അല്ലേ? ഒന്നും അറിയാണ്ട് നമുക്ക് ആരും ജോലി തരില്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിനെ പറ്റി നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. നിങ്ങളെ മെന്റൽ ഹെൽത്ത് എല്ലാം കളഞ്ഞുകൊണ്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളി ഒരു ജോലിക്ക് നിൽക്കണമെന്ന് ഞാൻ പറയില്ല. ബട്ട് എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു ജോലി ചെയ്യണം. സോ ഇത്തരത്തിലുള്ള ജോലി നിഷേധിക്കപ്പെടുന്നത് ഒരു വലിയ രീതിയിലുള്ള ഒരു കുറ്റകരമാണ്, അല്ലേ? നമ്മൾ ആ ഒരു പെൺകുട്ടിയോട് ചെയ്യുന്നൊരു എന്താ പറയാ, ആ പെൺകുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള വളർച്ചയില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുടുംബം നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു, പാരന്റ്സിനെ നോക്കുന്നു, അങ്ങനെ ആ കുട്ടിയുടെ ലൈഫ് പോവുകയാണ്. സോ ആ കുട്ടി തന്നെ പിന്നീട് ഭാവിയിൽ എപ്പോഴെങ്കിലും ചിന്തിക്കുകയാണ്, എനിക്ക് ജോലിക്ക് പോയാൽ മതിയായിരുന്നു, അപ്പൊ എനിക്ക് പുറത്ത് ഇറങ്ങി എല്ലാ ആൾക്കാരോടും സംസാരിക്കാം, എനിക്ക് എൻ്റെ പൈസ കൊണ്ട് എനിക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കാം, അതൊക്കെ പിന്നീട് തോന്നും. പക്ഷെ പിന്നീട് ആ തോന്നൽ വന്നിട്ട് റിഗ്രറ്റ് വന്നിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് അത്തരത്തിൽ പെൺകുട്ടികള് വിദ്യാഭ്യാസം നിങ്ങൾ നിർത്തിവെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എന്താ പറയുക, ഒരു രണ്ടാം വിഭാഗക്കാർ ഇൻ ദ സെൻസ്, ഇപ്പൊ ഫുഡ് കഴിക്കുന്നതിൽ പോലും സെപ്പറേഷൻ കാണിക്കുന്ന ഫാമിലീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് അറിയാം. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്, ഞാൻ വെറുതെ പറയണല്ല. സോ അങ്ങനെ നമ്മൾ ഇപ്പൊ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഒരു കുടുംബത്തിൽ അവർ രണ്ടുപേരും ഈക്വൽ ആയിട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ആൺകുട്ടികളൊക്കെ വന്നിട്ട് പറയും, ഇപ്പൊ ഇൻ ടേംസ് ഓഫ് സ്പോർട്സ് അല്ലെങ്കിൽ ഫിസിക്സ് നമ്മളാണ് ബെസ്റ്റ്, സ്ത്രീകൾക്കൊന്നും അത്രയ്ക്ക് എത്തില്ല എന്നൊക്കെ ഉണ്ട്. കുറച്ച് സ്ത്രീകളൊക്കെ ആ ഒരു മേഖലയിലേക്ക് അവരെ കഴിവ് തെളിയിച്ച് വരാനായിട്ട് അവർ ഓരോ ദിവസവും അത്രയധികം എഫേർട്ട് ഇടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, ഇതൊക്കെ ബിസിനസ് ലൈഫ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സ്ത്രീകൾക്കല്ലാതെ വേറെ ആർക്ക് കഴിയുക? പുരുഷന്മാർക്ക് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
അവർക്ക് അവരുടേതായിട്ട് അവർക്ക് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾഡായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. അത് നമ്മൾ ഒന്നിനു മേലെയാണെന്ന് പറയുന്നില്ല. അപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് കാണുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, ഞാനിത് വന്നിട്ട് എനിക്ക് പുരുഷന്മാരൊന്നും ഇഷ്ടമല്ല, അപ്പം അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും, അങ്ങനെയൊന്നുമല്ല. എൻ്റെ ലൈഫിൽ വളരെ ചുരുക്കം നല്ല മെയിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലും വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ളൂ. അപ്പോൾ ആണുങ്ങളിപ്പോൾ വന്നിട്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ പാവാടകളാണ്, എന്താ പറയുക, പെൺകുട്ടികളെ വാർത്താനം മാത്രം കേൾക്കുന്ന ആളുകളാണ് എന്നുള്ള രീതിയിൽ മുദ്ര കുത്തും. ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ മാത്രം എന്താ പറയുക എടുക്കുന്ന ഒരു ആശയവും ഒന്നുമല്ല ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. ആൺകുട്ടികൾക്ക് ഫെമിനിസ്റ്റ് ആകാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജെൻഡറിലുള്ള ആൾക്കാർക്കും ഈ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് വേണമെന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. നമ്മുടെ അംബേദ്കർ ബാബയൊക്കെ അദ്ദേഹം നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് പറയുന്നുണ്ട്, ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് സ്ത്രീയുടെ വളർച്ചയിലാണ് ഇരിക്കുന്നതെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കുറേ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ അതിൽ എന്തുമാത്രം രാഷ്ട്രീയതയുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അതൊന്ന് ചിന്തിക്കണം. ഇത് ഇന്നലെ രാത്രി പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, സ്ത്രീകളെല്ലാം കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, ഒരു പരിപാടിയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഒരിക്കലും അല്ല. ഫെമിനിസം തന്നെ പല ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെമിനിസം ഉണ്ട്. ഇക്വാലിറ്റി ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. സോ നിങ്ങൾ അതൊന്നും നിങ്ങൾ പഠിച്ച് എന്താ പറയുക അതിലേക്കൊന്നും നിങ്ങൾ കടക്കണ്ട. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷനിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും സ്ത്രീകളെ മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ അവരെ നമ്മൾ എന്താ പറയുക ഒരു കുറച്ചിലേക്ക് കാണുമോ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക അവർക്ക്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹണി റോസിന്റെ ഒരു ഇഷ്യൂ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിലും സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് ഇവിടുത്തെ മെയിൻ ചർച്ചാ വിഷയം അല്ലേ? മെയിൻ ചർച്ചാ വിഷയം അതാണ്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് ഒരുപാട് അക്രമങ്ങൾ, ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായിട്ടുള്ള ആൾക്കാർ, മൃഗങ്ങളും വരെ ഇവിടെ റേപ്പിന് വിധേയമാകുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊന്നും സംസാരിക്കാണ്ട് ഇപ്പോഴും സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രവും അതുപോലെ സ്ത്രീകൾ ഇപ്പൊ എന്തെങ്കിലും മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറ്റം കണ്ടുപിടിക്കുക, പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചൊറിയാൻ വരിക. ഇപ്പൊ ഒരുപാട് മീഡിയ ചാനൽസ് ഉണ്ട്, നീലക്കുയിൽ, പച്ചക്കുയിൽ, ചുവന്ന കുയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്കൊക്കെ എന്ത് എത്തിക്സ് ആണുള്ളതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. യുനോ കാര്യം എന്താ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് മെസ്സേജ് കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്താണ് ചിലപ്പോൾ ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈറലാൻ വേണ്ടിയിട്ട് അവർ എന്ത് വീഡിയോ ഇറക്കും എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലതും കാണുമ്പോൾ. അപ്പം ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് അവളുടെ മാത്രം അവകാശമാണ്. സ്ത്രീക്ക് എന്ത് ഡ്രസ്സ് വെയർ ചെയ്യണമെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് അവൾ വെയർ ചെയ്യും. അതിന് നമ്മൾ വന്നിട്ട് നീ എന്തിനൊന്നും അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത്, നീ അത്രയും റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടത് കൊണ്ടല്ലേ നിനക്ക് ആ പ്രശ്നം ഉണ്ടായത്, അല്ലെ നീ ആ സമയത്ത് സഞ്ചരിച്ചത് കൊണ്ടല്ലേ നിനക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായത് എന്ന് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണേലും പറയും. ചില ആൾക്കാർ നമ്മളോടുള്ള കൺസേൺ കൊണ്ട് പറയും. നമ്മുടെ പാരൻസോ നമ്മുടെ അടുത്ത കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ നമ്മുടെ അടുത്ത് അങ്ങനെ പറയും. അപ്പം അവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്ന ഒരു ജനറേഷൻ ആണെങ്കിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്. നമ്മൾ എന്താ പറയുക ഒരു 90s വസന്തങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി കുറച്ചുകൂടി വിശാലമാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിനെ പറ്റിയിട്ട് അതിൻ്റെ അളവിനെ പറ്റിയിട്ട് വ്യാകുലതപ്പെടാനുള്ളതല്ല നമ്മളെ ലൈഫ്. അപ്പോൾ ഒരു റീമാ കല്ലിങ്കിലാണെങ്കിൽ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്ത്രീകൾ എന്ത് വസ്ത്രം ധരിക്കുന്നു അതിൻ്റെ അളവ് നോക്കി ആകുലതപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. സോ അപ്പൊ അവരൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ അതേപടി സ്വീകരിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അവരവരുടെ നിലപാട് പറയുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ശരിയുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് വിട്. അപ്പൊ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന നമ്മുടെ ലൈഫ് ഷോട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ? അപ്പോൾ സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വെയർ ചെയ്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് ആൻഡ് എസ്പെഷ്യലി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം, പൈസ വേണം അല്ലേ? സോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി അവർക്ക് സ്വതന്ത്രരായി ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു സമയവും സന്ദർഭവും അങ്ങനെയുള്ള ഒരു ലൈഫും ആകട്ടെ അവർക്ക് കിട്ടുന്നത് എന്ന് ഞാൻ അത്രയധികം ആഗ്രഹിക്കുന്നു. ആൻഡ് ഓരോ ആളും അവരവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അനുദിനം എന്താ പറയുക ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കാൻ വരില്ല, ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് വേണ്ടി ആരും അങ്ങനെ സംസാരിക്കാൻ വരുന്നില്ല എങ്കിൽ
ഒരിക്കലും നിങ്ങൾ എന്താ പറയുക മറ്റൊരാൾ വന്നിട്ട് സംസാരിക്കുകയല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ച് നിൽക്കരുത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ സംസാരിക്കുക. ഏറ്റവും വലിയ ചിയർ ലീഡർ നിങ്ങളുടേത് അത് നിങ്ങൾ തന്നെ ആവട്ടെ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.